മരണമാസ് നന്നായിട്ടുണ്ട്. അതെ, കോമഡി പടാ. നിങ്ങളത് കണ്ടു നോക്കൂ. നിങ്ങൾ കണ്ടിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. വർക്കൗട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. കണ്ടു നോക്കട്ടോ. പടത്തിലെ കൂടുതൽ ജീവിച്ച ആൾക്കാരൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. ചെറിയൊരു ഭാഗമാകാൻ പറ്റിയതിലൊക്കെ നല്ല സിനിമയാണ്. ബേസിലിൻ്റെ പെർഫോമൻസാണ് ഇതിലും അധികം ഞെട്ടിച്ചത്. കാരണം നമ്മൾ എല്ലാവർക്കും ഓരോ സിനിമയിലും വ്യത്യസ്തമായ സാധനമാണ്. ഇതുവരെ കാണാത്തൊരു ബേസിലിൻ്റെ വേർഷൻ കാണാൻ പറ്റി. ഇതിൽ അവസരമുണ്ട്. ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. വലിയ സിനിമയുടെ ചെറിയൊരു ഭാഗമാകാൻ പറ്റി. പിന്നെ എല്ലാവരും നാദർ അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഏട്ടനാണല്ലോ, കുട്ടികളാണല്ലോ, ഒരു അപ്പച്ചൻ കഥാപാത്രം, സിജു ആണല്ലോ, സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഹ്യൂമറും കാര്യങ്ങളും വർക്കൗട്ടായിട്ടുണ്ട്. അത് ഞാൻ പറയുന്നല്ലോ, ഓഡിയൻസ് തിയേറ്ററിനകത്ത് ഇരുന്നപ്പോൾ നമുക്ക് ഒരു സാധനം ഫീൽ ചെയ്യും. ഫാമിലിയായിട്ട് കാണുമ്പോൾ കോമഡിയുള്ള പടമാണ്. ഡാർക്ക് കോമഡിയാണെന്ന് പറയാം. എന്നാലും ഉടനീളം എല്ലാ കഥാപാത്രങ്ങളും അവർ കൊടുത്തിരിക്കുന്ന പോർഷൻസ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി പിന്നെ പ്രേക്ഷകരാണ് സ്വീകരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് ആക്ച്വലി എല്ലാവരും ഈക്വലി ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഒരു സീൻ തന്നെ കംപ്ലീറ്റ് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. സോ അതും ഇങ്ങനത്തെ കോമഡി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ഡിഫറെൻ്റ് ആയിട്ടൊരു കോമഡി. ഐ ലൈക്ക് പൂരായിട്ട് വന്ന് കാണട്ടെ. ഓക്കെ, താങ്ക് യു. വെറൈറ്റി വേഷമായിരുന്നു തന്നെ. സുജി ഗംഭീരമായിട്ട് ആ സെൻറ്റിമെൻസൊക്കെ നമുക്ക് സുജി വളരെ കയറിപ്പോയി. എല്ലാവരും നന്നായിരുന്നു. വളരെ ഞങ്ങളൊരു മാസങ്ങളോളം അങ്ങനെ ഒരുമിച്ച് ആയിരുന്നല്ലോ. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം എനിക്ക്. ഇവിടെ ഈ മൂന്നാമത്തെ പടമാണ് ഇപ്പോൾ. കാരണം മറ്റേ വിശുദ്ധമേഖല നമ്മുടെ ലിജോ മോളുടെ അപ്പൂപ്പനായിട്ട് അഭിനയിച്ച പടം ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ട് പടം ശ്രദ്ധിച്ചില്ല. മറ്റേ ഇത് കേട്ടോ. അതെ വിചാരിക്കും. പിന്നെ ഐശ്വര്യലക്ഷ്മിയുടെ മറ്റേ അർച്ചന തട്ടിയുണ്ടോട്ടോ, അതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. ഐശ്വര്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ പാട്ടും പക്ഷെ അതൊക്കെ അധികം സംഭവമല്ലോ. ഇത് നമ്മളൊരു നമുക്ക് മനസ്സിന് തൃപ്തിയായി കരഞ്ഞ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സംഭവം. താങ്ക് യു. പിന്നെ പ്രത്യേകിച്ചെന്ന് പറയാനില്ല. പിന്നെ വളരെ സന്തോഷം, ഹാപ്പി. വേഷം ചെയ്യാൻ പറ്റിയാലും അത് നല്ല ടീമിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. പിന്നെ സാറ് ആദ്യം സംവിധായകനും തോന്നി സാറ് തന്നെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. വളരെ എല്ലാവരും കുടുംബം പോലെയായിരുന്നു. സാധാരണ ഒരു പുതിയ ഒന്ന് രണ്ട് പേര് പറഞ്ഞു വെച്ചേക്കുന്നു. ഈ പടം കഴിഞ്ഞിട്ടായിരിക്കും പടം കഴിഞ്ഞിട്ട് ധരിച്ചിരിക്കായിരുന്നു. കഴിഞ്ഞ് കഴിയുമ്പോഴേക്കൊരു പടം വരും. ഇങ്ങനെ തീർച്ചയായിട്ടും മരിക്കുന്നവരെ അഭിനയിക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ